ഓരോ കമൻറ്റ് സെക്ഷനിലേക്ക് പോകാം. ഒന്നാമത്തെ കമൻറ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ എന്ന് പറയുന്ന വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റാണ്. ഇവിടെ ECയുടെ പാക്കേജ് എത്രയാണ് ആവറേജ്? എടാ, കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും ആവറേജ് പാക്കേജ് വരുന്നത് ഒരു 2.5 ലാക്കിനും അതുപോലെ തന്നെ 5 ലാക്കിനും ഇടയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹില്ലിൽ ഒരു 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുണ്ടാകും. അത് ഓരോ വർഷം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്കത് കൃത്യമായിട്ട് എത്രയെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഐശ്വര്യ ചോദിച്ചിരിക്കുന്നു, ഇവിടെ EC NBA അക്രഡിക്ഷൻ ആൻഡ് നല്ല പ്ലേസ്മെൻ്റ് ഉണ്ടോ? ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെല്ലാം NBA അക്രഡിറ്റേഷൻ ഉണ്ടാകും. ഇതൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ് RIT കോട്ടയം എന്ന് പറയുന്നത്. പ്ലേസ്മെൻറ്റും നന്നായിട്ടുണ്ട്, നല്ല പ്ലേസ്മെൻറ്റ്. എൻ്റെ ബസ്സിൽ വരുന്നൊരു ചേട്ടന് EC ആണ്, പുള്ളിക്ക് ഏകദേശം നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 20 ലക്ഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എത്ര റാങ്ക് വേണം? നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വീഡിയോയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബ്രോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻ MA കോളേജാണോ EC ഇൻ അതർ കോളേജാണോ നല്ലത്? മെക്ക് എടുക്കുന്നതാണോ EC എടുക്കുന്നതാണോ നല്ലത്? ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നീ ഒരു ബ്രാഞ്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഇപ്പോൾ ഒരു ട്രെൻഡ് EC എടുക്കുന്നതാണ്, പക്ഷെ നിൻ്റെ മനസ്സിൽ മെക്കാനിക്കലാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ എങ്കിൽ നീ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പഠിക്കാൻ ഏതിഷ്ടം? +2 ഫിസിക്സിൻ്റെ ചാപ്റ്ററുകളൊക്കെ നോക്കുക. അതിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, പിന്നെ മെക്കാനിക്സിൻ്റെ കുറേ മോഷൻ്റെയൊക്കെ കുറേ ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ആയിരുന്നു എങ്കിൽ നീ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യേണ്ടത്. പിന്നെ ഈ ഇലക്ട്രിസിറ്റി, ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലോ, സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അങ്ങനെയുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ EC എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി 51K OEC ആണ്, റിസർവേഷൻ ഉണ്ട്, എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. ഏത് ബ്രാഞ്ചാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പറയാമായിരുന്നു. ഇനി അടുത്തത് IHRD എന്ന് പറയുന്ന നമ്മുടെ വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. IHRD കല്ലൂപ്പാറ ഓർ IHRD ചെങ്ങന്നൂർ, വിച്ച് ഈസ് ബെറ്റർ? IHRD കല്ലൂപ്പാറയാണ് IHRD ചെങ്ങന്നൂറിനേക്കാളും റിസൾട്ടിൽ മുന്നിലെത്തിയിരിക്കുന്നത് എങ്കിലും കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യത്തിൽ IHRD ചെങ്ങന്നൂറാണ് എന്നും മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ ട്രിപ്പിളിയുടെ വീഡിയോയിലാണ് ക്വസ്റ്റ്യൻ. 13K മുസ്ലിം കാറ്റഗറി OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ട്. സ്പോട്ട് ഓർ മോപ്പപ്പ് റൗണ്ടിൽ TKM, MAC, MEC, RIT ഇവിടെ എവിടെയെങ്കിലും EC കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 13K ആണ് റാങ്ക്. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചെങ്കിൽ, മോപ്പപ്പ് റൗണ്ട് ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കാനും ചാൻസ് ഉണ്ട്. കാര്യം മോപ്പപ്പ് ഒരു നിർബന്ധം പിടിച്ച ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സല്ല. കഴിഞ്ഞ വർഷം സമയമില്ലാത്തത് കൊണ്ട് തന്നെ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായില്ല. ഈ വർഷം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. സ്പോട്ടിൽ കഴിഞ്ഞ വർഷം TKMലും MACയിലും MECയിലും RITയിലും ഒന്നും 13K കടന്നിട്ടില്ല. എന്തിനേറെ പറയുന്നു, 7000-ൽ താഴെയുള്ളവർക്ക് മാത്രമേ സ്പോട്ടിൽ കിട്ടിയിട്ടുള്ളൂ EC. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടാൻ എത്ര റാങ്ക് വേണം? ബ്രോ, ട്രിപ്പിളിക്ക് GC ശ്രീകൃഷ്ണപുരം നല്ലതാണോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബെറ്റർ ചൂസ് അതർ കോളേജസ്. വൈ ബ്രോ? കമ്പയർഡ് ടു അതർ കോളേജ് പ്ലേസ്മെൻറ്റ് ആൻഡ് ലാസ്റ്റ് റാങ്ക് ഐ ഫെൽറ്റ് അതർ കോളേജസ് ആർ ബെറ്റർ. ഓക്കെ ബ്രോയ്ക്ക് EWS മെമ്മോ ഉണ്ടായിരുന്നു? ഇല്ല. ഇനിയിപ്പോൾ അവരുടെ കഥ പറച്ചിലായി, നമുക്കതിൽ നിന്ന് പോകാം. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നമ്മൾ ഇവർക്ക് ലൗച്ചിനും കൊടുത്തില്ല, കൊടുക്കാം. നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടാൽ നമ്മൾ ലൗച്ചിനും കൊടുക്കുമല്ലോ. അടുത്തത്, സാർ ഈസ് NRI കോട്ട അവൈലബിൾ ഇൻ ഗവൺമെൻറ് കോളേജസ്? താങ്ക് യു സോ മച്ച് ഫോർ ദീസ് യൂസ്ഫുൾ വീഡിയോസ്. NRI കോട്ട അവൈലബിൾ അല്ല കേട്ടോ. അത് മാനേജ്മെൻറ്റ് സീറ്റുള്ളിടത്തേ ഉണ്ടാവുള്ളൂ. പ്രൈവറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെയാണ് സാധാരണ കണ്ടുവരിക. ഓക്കെ, NRI കോട്ട വീണ്ടും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മളതിന് റിപ്ലൈ കൊടുത്താണ്, എന്നാലും ഒന്നുകൂടെ കൊടുത്തേക്കാം. ഓക്കെ, BTech ക്ലാസ് ആൻഡ് എക്സാം റൊട്ടൈൻ വെക്കേഷൻസ് കുറിച്ച് പറയുമോ? ഇവൻ കുറച്ച് കാലമായി പറയുന്നതാണ്. ചെയ്യാം, പക്ഷേ നമ്മൾ അലോട്ട്മെൻ്റൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞ് പോരെ.
അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതാണ് ഈ വീഡിയോ ഇടാത്ത കേട്ടോ. ഇനി അടുത്തത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻറ്റ്. CS ആൻഡ് ഡിസൈൻ അറ്റ് കോഴിക്കോട് ഓർ EC at GC കണ്ണൂർ വിച്ച് ഈസ് ബെറ്റർ? CS ആൻഡ് ഡിസൈൻ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ CS എന്താ പറയുക, ഈസി ആയിരിക്കും. ഞാനാണെങ്കിൽ ഈസി ആയിരിക്കും കുറച്ചുകൂടെ എടുക്കുക കേട്ടോ. ഇവിടെ CS ആൻഡ് ഡിസൈൻ നല്ലതാണോ, പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടോ? CS ആൻഡ് ഡിസൈൻ ഞാൻ ഒരുപാട് അങ്ങനെ പൊക്കി പറയില്ല. അതിനേക്കാളും ബെറ്റർ ഈസി ആയിരിക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ വീഡിയോയിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. ഹലോ ബ്രോ, എൻ്റെ റാങ്ക് 47,539 അപ്പോൾ എനിക്ക് GCE കണ്ണൂർ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുമോ? ST കാറ്റഗറിയാണ്, ബട്ട് ഇൻകം നോക്കുമോ? കാറ്റഗറിയെ നോക്കുകയുള്ളൂടാ, ഇൻകം നോക്കത്തില്ല. ഇൻകം നോക്കുന്നത് ഫീ വേവർ കാറ്റഗറി ആക്കണോ എന്ന് വേണമെങ്കിൽ മാത്രമാണ് കാറ്റഗറി നോക്കത്തുള്ളൂ കേട്ടോ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുള ഓർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാർ, ഏതാണ് CSEക്ക് നല്ലത്? കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാർ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എൻ്റെ വീടിൻ്റെ അടുത്താണതുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവിടെ പ്ലേസ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 16K മുസ്ലിമാണ്. EEE GC കണ്ണൂർ കിട്ടാൻ ചാൻസ് ഉണ്ടോ? സ്പോട്ടിലെങ്കിലും നോക്കാം. കഴിഞ്ഞ തവണ ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരിൽ EEEക്ക് മുസ്ലിമിന് വന്ന ലാസ്റ്റ് റാങ്ക് 15,898 ഈ ചോദിച്ച കുട്ടിയുടെ റാങ്ക് 16K ആണ്. ഓക്കെ, കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബ്രോ, 15,420 റാങ്ക് മുസ്ലിം കാറ്റഗറി. EC ഏത് കോളേജിലാണ് നല്ലത്? നോക്കാം. EC നിനക്ക് കിട്ടാൻ സാധ്യത ഉള്ളത് മുസ്ലിം കാറ്റഗറിയാണ്. 15,000-നടുത്ത് റാങ്ക് ഉണ്ടല്ലേ, 15,500-നടുത്ത്. ഇവിടെ ഇടുക്കിയിൽ 26,659. അതുപോലെ തന്നെ കോഴിക്കോട് 14,291. പിന്നെ ഇതിൻ്റെ അടുത്തെങ്കിലും വരുന്നത് ഇവിടെയാണ്, ഗവൺമെൻറ് കോളേജ് ശ്രീകൃഷ്ണപുരം. പിന്നെ വരുന്നത് ഗവൺമെൻറ് കോളേജ് മാനന്തവാടി. അപ്പോൾ ഗവൺമെൻറ്റിൽ നിനക്ക് കിട്ടാൻ സാധ്യതയുള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇടുക്കിയിലും കോഴിക്കോടും അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരവും മാനന്തവാടിയുമാണ്. ഇതിൽ ഇടുക്കിയും മാനന്തവാടി അഥവാ വയനാട് നിനക്ക് ഉറപ്പാണ്. ബാക്കി ശ്രീകൃഷ്ണപുരവും കോഴിക്കോട് ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. ഇനി അടുത്തത് 10K റാങ്ക് എവിടെ കിട്ടുമെന്നോ കാറ്റഗറി ഏതാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പറയാമായിരുന്നു. EEEക്ക് കിട്ടാൻ എത്ര റാങ്ക് വേണം ബ്രോ? ഈ ആദിശങ്കര എങ്ങനെയുണ്ട്? ആദിശങ്കര കുഴപ്പമില്ല. എനിക്ക് ആ കോളേജിനെ പറ്റിയിട്ട് വലുതായിട്ട് അറിയത്തില്ലടാ. നീ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് അവിടെ അവരുടെ പേജ് നോക്കി അത് ഫോളോ ചെയ്യുന്ന സീനിയേഴ്സിനോട് ചോദിക്കുക കേട്ടോ. ചേട്ടാ 24K ആണ് റാങ്ക്, അത് വെച്ച് CSE കിട്ടുമോ? ഗവൺമെൻറ് കോളേജിൽ തന്നെ വേണമെന്നില്ല, സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ കിട്ടുമോ? ഇഴവയാണ് കാറ്റഗറി. ഏതെങ്കിലുമൊക്കെ സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ മതിയെങ്കിൽ നിനക്ക് കിട്ടും. അല്ലാതെ നല്ലൊരിടത്ത് വേണമെങ്കിൽ കുറച്ച് പാടാണ്. VK ആണ് റാങ്ക്. GC തൃശ്ശൂർ കിട്ടാൻ ചാൻസ് ഉണ്ടോ EC ഓർ CS-ന്? നോക്കാം. ECക്ക് തൃശ്ശൂരിൽ VK കാറ്റഗറിക്ക് വന്നത് ഇവിടെ തൃശ്ശൂർ VK കാറ്റഗറിക്ക് വന്നത് 2,144 CS തൃശ്ശൂരിൽ വന്നത് VK കാറ്റഗറിക്ക് വന്നത് 1,825. നിൻ്റെ റാങ്ക് എത്രയാണെന്നാണ് പറഞ്ഞത്? 38K. ഒരിക്കലും കിട്ടില്ല മോനെ, കുറച്ച് കൂടുതലാടാ. അങ്ങനെയൊന്നും കിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി.